ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ്സിൻ്റെ 13ാമത്തെ ക്ലാസ്സാണ് ഇത്. അപ്പോൾ കഴിഞ്ഞ 12 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൗച്ചിങ് സ്റ്റിച്ചാണ്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ 2 നൂല് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു കളർ നൂലിൽ നമ്മളിതേപോലെ സൂചി കോർത്തിട്ടുണ്ട്, അതിൻ്റെ എൻഡും കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വയലറ്റ് നൂല്, രണ്ടാമത്തെ നൂല് നമുക്ക് കെട്ടൊന്നും ഇടണ്ട, കാരണം നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അതിനനുസരിച്ച് മടക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ 2 എൻഡും നമ്മളൊന്ന് കെട്ടൊന്നും ഇട്ടിട്ടില്ല, ഇതിൻ്റെ എൻഡ് നമ്മളൊന്ന് കെട്ടിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുറത്ത് തയ്ക്കാനെടുക്കാം. സൂചിയിൽ കോർത്തിട്ടിരിക്കുന്നത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, ഇത് നമുക്ക് അതിൻ്റെ മടക്കി ചുരുട്ടുന്നില്ലേ, ചുരുട്ടി വയ്ക്കുന്ന പോർഷനാണ് ഈ കളർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ നൂലൊന്ന് നിവർത്തിയതിന് ശേഷം ഈക്വലായിട്ട് അതിൻ്റെ 2 എൻഡും ഒന്ന് പിടിക്കുക. ഇതേപോലെ നൂലിൻ്റെ 2 എൻഡും ഒന്ന് പിടിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് മടക്കുക. നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് മടക്കി കൊടുക്കുക. ഇപ്പോൾ 4 നൂലിൻ്റെ വണ്ണമാണ് വേണ്ടെങ്കിൽ അങ്ങനെ, 8 നൂലിൻ്റെ വണ്ണമാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ 8 ആയിട്ടാണ് മടക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ ചുരുട്ടി നോക്കുക. നിങ്ങൾ ചുരുട്ടി നോക്കുമ്പോൾ എത്രയാണോ വണ്ണം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാനൊരു ഈ ഒരു വണ്ണത്തിനാണ് എടുത്തിരിക്കുന്നത്. ചുരുട്ടുമ്പോഴത്തേക്കും ഈ ഒരു വണ്ണത്തിന് കിട്ടും. അപ്പോൾ ഇത്ര ആയിട്ടൊക്കെയാണ് ഞാൻ മടക്കിയിരിക്കുന്നത്. 1 2 3 4 3 4 5 6 7 8 അങ്ങനെ 8 ആയിട്ടാണ് മടക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മടക്കുക. വീണ്ടും മടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മടക്കുക. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ നൂലൊന്ന് കോർത്ത് വയ്ക്കാം, ഒന്ന് കുത്തിയെടുക്കാം. ആദ്യം അതാണ് ചെയ്യാനുള്ളത്. ഇതൊന്ന് സൂചി കുത്തി എടുത്തതിന് ശേഷം നമ്മൾ ഈ 8 ആയിട്ട് മടക്കി വെച്ചിരിക്കുന്ന ഈ നൂലിനെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി അവിടെ ഒന്ന് വെക്കണം. അതിൻ്റെ ഈ എൻഡ് വരുന്ന പോർഷനാണ് നമ്മൾ ആദ്യം വെക്കാനുള്ളത്. ആ പോർഷൻ ഒന്ന് ജസ്റ്റ് ചുരുട്ടിയിട്ട് ഇതേപോലെ ഒന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ലോക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 റൗണ്ട് ലോക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റിച്ചാണ്. കുറച്ച് ടൈം എടുത്തേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചുരുട്ടി എടുക്കുന്നതായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് നൂല് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഇതേപോലെ ചേർത്ത് കുത്തുക. ഇതേപോലെ ഒന്ന് കുത്തി ലോക്ക് ഇടുക. ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടെ അവിടെ തന്നെ വീണ്ടും ഇതേപോലെ ഒന്ന് സൂചി കുത്തി നേരെ ഓപ്പോസിറ്റ് ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇളകി പോകത്തൊന്നുമില്ല, ടൈറ്റായിട്ട് ഇരുന്നോളും. നല്ല വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് വലിച്ചാലൊന്നും അത് വരത്തില്ല, ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ അടുത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് ചുരുട്ടി ഒന്ന് നൂല് ചുരുട്ടി പിടിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് എത്രയാണോ ഗ്യാപ്പ് വേണ്ട ആ ഒരു ഗ്യാപ്പിൽ സൂചി അടിയിൽ നിന്ന് കുത്തിയെടുക്കുക. ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ചുരുട്ടി പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സൂചി കുത്തിയെടുക്കുക. നൂലും ഒന്ന് ചുരുട്ടി പിടിക്കുക. ഇതേപോലെ ഒന്ന് വലിക്കുക. നേരെ ഓപ്പോസിറ്റ് ഒന്ന് കുത്തി ഇതേപോലെ ഒന്ന് വലിക്കുക. ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് നമുക്കൊന്ന് ചെയ്യാം. നമ്മൾ സ്റ്റാൻഡിലാണ് നമ്മുടെ ഈ ഫ്രെയിം വെക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ സ്റ്റാൻഡിൽ വയ്ക്കാതെ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ആവശ്യത്തിന് ഗ്യാപ്പിട്ട് ഒന്നുകൂടെ സൂചി കുത്തിയെടുത്തതിന് ശേഷം വീണ്ടും ചുരുട്ടി അതിൻ്റെ ഓപ്പോസിറ്റ് കുത്തി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക.
ഇവിടെ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത്. സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചുരുട്ടി അടിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നമ്മൾ ഈ ഗ്യാപ്പിലിടുന്ന സ്റ്റിച്ച് വേണമെങ്കിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. പക്ഷെ വേഗം ചെയ്യുന്നതിന് ഒറ്റ സ്റ്റിച്ച് മതിയാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചുരുട്ടി ഒന്ന് പിടിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റിച്ചാണ് ഇത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതേപോലെ ഒന്ന് നൂല് ചുരുട്ടി ചുരുട്ടി പിടിച്ചതിന് ശേഷം ലോക്ക് ഇട്ട് കൊടുക്കുക. ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ നൂല് സെലക്ട് ചെയ്യണം, ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണം. രണ്ടും നല്ല കോമ്പിനേഷൻ കളറായിരിക്കണം. അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ വേണം എടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുറത്ത് കൊടുക്കുന്ന സ്റ്റിച്ച് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ കാണാൻ പറ്റുന്ന നൂലെടുത്താൽ മാത്രമേ നല്ല ഭംഗിക്ക് ഇതേപോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഡിസൈനാണ്. അപ്പോൾ ഇതിന് ചുറ്റും നമുക്ക് ഈ കൗച്ചിങ് ചെയ്ത് കൊടുക്കാം. ഈ വളഞ്ഞു വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡിസൈനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത റെഫറൻസ് പിക്ചർ. കറക്റ്റ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. ആ സ്റ്റാൻഡ് നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ആ ചെറിയ പോർഷനൊക്കെ വരാൻ വേണ്ടിയിട്ട്. എന്നാലും അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന രീതിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ഡിസൈനോ വേറെ ഏതെങ്കിലും ഡിസൈൻ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ.